മനുഷ്യൻ ഓർമ്മകളാൽ വേട്ടയാടപ്പെടുന്നവനാണ്. ചില ഓർമ്മകളിൽ അവൻ ഭയപ്പാടുള്ളവനാകുകയും ആ ഭയപ്പാടിനാൽ അസാധാരണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുകയും ചെയ്യേണ്ടി വരും. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത DS ഇറേ റോഹൻ എന്ന യുവാവ് കടന്നു പോകുന്ന അസാധാരണ ഭയപ്പാടിൻ്റെ കയ്യൊതുക്കമുള്ള വിഷ്വൽ ട്രീറ്റാണ്. ബൈബിളിൽ DS ഇറേ അന്ത്യവിധിയുമായി ബന്ധപ്പെട്ടതാണ്. ന്യായവിധി ദിവസം സകല ആത്മാക്കളും ദൈവസിംഹാസനത്തിന് മുന്നിലേക്ക് എത്തിച്ചേരും. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ നിത്യാഗ്നിയിലേക്കും എറിയപ്പെടും. ക്രോധത്തിൻ്റെ ദിനത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്നാണ് രാഹുൽ സദാശിവൻ്റെ DS ഇറേ പറയുന്നത്. അവിടെ പൂർണ്ണമായി അഗ്നിയിലേക്ക് എറിയപ്പെടുന്ന മനുഷ്യനുണ്ട്. വിധികർത്താവായ ദൈവത്തെ പോലെ പുതിയൊരു ജീവിതത്തിലേക്ക് മനുഷ്യനെ ഉയർപ്പിക്കുന്ന നായകനും. ധനാഢ്യനായ എന്നാൽ ജീവിതത്തെ അത്ര ഗൗരവത്തിൽ കാണാത്ത റോഹൻ എന്ന യുവാവിൻ്റെ വേഷത്തിലാണ് പ്രണവ് മോഹൻലാൽ എത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സഹപാഠിയും സുഹൃത്തുമായ കനി എന്ന പെൺകുട്ടിയുടെ മരണവാർത്ത റോഹനെ തേടിയെത്തുന്നു. മരണവീട് സന്ദർശിച്ച ശേഷം തിരിച്ചെത്തുന്ന റോഹൻ നേരിടേണ്ടി വരുന്ന അസ്വാഭാവികമായ സംഭവ വികാസങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കനി റോഹനെ കേവലം സുഹൃത്തിനപ്പുറം വളരെ തെളിച്ചമുള്ള ഓർമ്മയാണ്. ആ ഓർമ്മ റോഹനെ വേട്ടയാടുന്നത് എന്തിനാണെന്നറിയാനുള്ള കൗതുകം പ്രേക്ഷകരിൽ ജനിപ്പിക്കുകയും പിന്നീട് ആ സങ്കീർണമായ ചോദ്യത്തിൻ്റെ കുരുക്ക് ടെക്നിക്കലി പെർഫെക്റ്റായി അഴിച്ചെടുക്കുകയുമാണ് സംവിധായകൻ. പ്രേക്ഷകരെ അസ്വസ്ഥമാക്കുകയെന്ന ഒരൊറ്റ ലക്ഷ്യമേ സംവിധായകനുള്ളൂ. അതിനായി നിശബ്ദതയെപ്പോലും വളരെ ബ്രില്യൻ്റായി ഉപയോഗിച്ചിരിക്കുന്നു. വെളിച്ചവും ഇരുട്ടും മുതൽ തലോടലും കാറ്റും വരെ പ്രേക്ഷകരെ ഭയപ്പെടുത്താനുള്ള ടൂളാക്കുന്ന രാഹുൽ സദാശിവൻ മാജിക് DS ഇറയിലും തുടരുന്നു. ടെക്നിക്കലി രാഹുൽ സദാശിവൻ്റെ ദി ബെസ്റ്റ് എന്ന് പറയാം DS ഇറയും. എന്നാൽ തിരക്കഥയിലെ ചില്ലറ പാളിച്ചകൾ ഫൈനൽ ആക്റ്റിൽ പ്രകടവുമാണ്. അതിനെയെല്ലാം സാങ്കേതിക തികവുകൊണ്ട് മറികടക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. പൊതുവെ വലിയ ഡീറ്റെയിലിങ്ങുകളിലേക്ക് കടക്കാത്ത രാഹുൽ തൻ്റെ കഥ പറച്ചിലിനെ DS ഇറയുമായി ബന്ധപ്പെടുത്താൻ അല്പമൊന്ന് രീതി മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഹൊറർ ജോണറിൽ രാഹുലിൻ്റെ തന്നെ ഭൂതകാലം മലയാളത്തിലെ ഏറ്റവും മികച്ചതായി തുടരുമ്പോഴും DS ഇറേ ഒട്ടും പിന്നിലല്ല. സംവിധായകനൊപ്പം ഛായാഗ്രഹൻ ഷഹനാദ് ജലാലും സംഗീതം നിർവഹിച്ചിരിക്കുന്ന ക്രിസ്റ്റോ സേവ്യറും 100 സ്പീഡിൽ ഓടിയിട്ടുണ്ട്. ടെക്നിക്കലി ഇത്രയും ക്വാളിറ്റി നിലനിർത്താൻ കഴിയാതെ പോയിരുന്നെങ്കിൽ സിനിമയുടെ ഫൈനൽ റിസൾട്ട് വേറെയാകുമായിരുന്നു. ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിങ്ങും ജയദേവൻ ചക്കാടത്തിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും MR രാധാകൃഷ്ണൻ്റെ സൗണ്ട് മിക്സിങ്ങും എടുത്തു പറയേണ്ടതാണ്. നെപ്പോ കിഡിൽ നിന്ന് പെർഫോമറിലേക്കുള്ള പ്രണവ് മോഹൻലാലിൻ്റെ യാത്രയിൽ നിർണായകമാകുകയാണ് DS ഇറയിലെ റോഹൻ എന്ന കഥാപാത്രം. അസ്വസ്ഥതയും അസ്വാഭാവികതയും ഭയവും നിറഞ്ഞ റോഹനെ പ്രണവ് ഗംഭീരമാക്കി. ഡയലോഗ് ഡെലിവറിയിലും പ്രണവ് ഏറെ മെച്ചപ്പെട്ടിരിക്കുന്നു. ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ജിബിൻ ഗോപിനാഥൻ അവതരിപ്പിച്ച മധു എന്ന കഥാപാത്രമാണ്. ആദ്യ ഷോട്ട് മുതൽ അവസാനം വരെ സിനിമയുടെ മൂഡിനെ തൻ്റെ കഥാപാത്രത്തിലൂടെ പുൾ ഓഫ് ചെയ്യാൻ ജിബിന് സാധിച്ചിട്ടുണ്ട്. ജയ കുറുപ്പ്, അരുൺ അജികുമാർ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. DS ഇറേ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ചിത്രമാണ്. ഒരു സീറ്റഡ് ഹൊറർ ത്രില്ലർ സ്വഭാവത്തിലാണ് തുടക്കം മുതൽ ഒടുക്കം വരെ സിനിമ പോകുന്നത്. രാഹുൽ സദാശിവൻ തൻ്റെ അടുത്ത സിനിമ ഏതെന്ന സൂചന നൽകുന്ന ടെയിലെൻഡും വളരെ രസകരമായി തോന്നി. അതേസമയം കുട്ടികളെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള ഒട്ടേറെ രംഗങ്ങൾ ചിത്രത്തിലുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാവുന്ന രീതിയിലാണ് സെൻസർ സർട്ടിഫിക്കേഷൻ. റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5.